ഓക്കെ, ഇന്ന് നമ്മൾ നമ്പർ സീരീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1, 5, 14, 30, 55, 91 ഡാഷ്. നമ്പർ സീരീസ് എന്താണെന്ന് അറിയാലോ. നമുക്ക് ഇവിടെ ഒരു നമ്പർ മിസ്സിംഗ് ആയിരിക്കും. ഈ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇത് ആദ്യമേ 1, 5, 14 ഇങ്ങനെ ആഡ് ആയി പോയിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യമേ ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 1 5 ആവണമെങ്കിൽ 1ന്റെ കൂടെ 4 ആയിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ 5 14 ആകണമെങ്കിൽ 9 ആഡ് ചെയ്യും. ഇനി 14 30 ആവണമെങ്കിൽ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 16. അതായത് നിങ്ങളിവിടെ ഇതിനെ നമ്മൾ ഡിഫറൻസ് എന്ന് പറയും. ഡിഫറൻസ് എടുക്കുന്നത് അതായത് 5ൽ നിന്ന് 1 കുറയ്ക്കുന്നു 4, 14ൽ നിന്ന് 5 കുറച്ചാൽ 9, 30ൽ നിന്ന് 14 കുറച്ചാൽ 16, അതേപോലെ 55ൽ നിന്ന് 30 കുറച്ചാൽ 25. ഇനി 91ൽ നിന്ന് 55 കുറച്ചാൽ എത്രയായിരിക്കും? 36 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് നമ്പർ എത്രയാണ്. അപ്പോ ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ നമ്പറുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇത്ര 2ന്റെ സ്ക്വയർ ആണ്, ഇതെത്രയാണ് 3ന്റെ സ്ക്വയർ ആണ്, ഇതെത്രയാണ് 4ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ സ്ക്വയറും ഇത് 6ന്റെ സ്ക്വയറും ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? 7ന്റെ സ്ക്വയർ ആയിട്ടുള്ള 49 ആയിരിക്കും. അപ്പൊ 91ന്റെ കൂടെ 49 ആഡ് ചെയ്യണം. 91ന്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് 100 ആയി. പിന്നെ ഒരു 40 കൂടെ ആഡ് ചെയ്താൽ 140 ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. അടുത്തത് 5, 12, 26, 47, 75 ഡാഷ്. ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ആഡ് ആയി പോയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടെ 5ഉം 12 തമ്മിലുള്ള ഡിഫറൻസ് 7, 12ഉം 26 തമ്മിലുള്ള ഡിഫറൻസ് 14, ഇവിടെ 26ഉം 47ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 21. ഓക്കെ, ഇവിടെ 47ഉം 75 തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ 47ന്റെ കൂടെ 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 47ന്റെ കൂടെ ഒരു 3ഉം കൂടെ കൂട്ടിയാൽ 50 ആയി. പിന്നെ 50ന്റെ കൂടെ ഒരു 25 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും. അപ്പൊ ടോട്ടൽ ഞാൻ എത്ര ആഡ് ചെയ്തു? 25 3 28. ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കി ഈ നമ്പേഴ്സിന് എന്താണ് പ്രത്യേകത? 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 7, 14, 21, 28. എങ്കിൽ അടുത്തത് 7ന്റെ അടുത്ത മൾട്ടിപ്പിൾ 35 ആയിരിക്കും. 75നോട് 35 കൂട്ടണം. എങ്ങനെയാ? 75ഉം ഇപ്പൊ 70 30 ആയിരുന്നെങ്കിൽ 70 30 കൂട്ടിയാൽ 100 ആയി. പിന്നെ ഒരു 5 5 കൂടെ 10, അപ്പൊ 110 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 36, 45, 63, 90, 126 ഡാഷ്. ഇവിടെ നമുക്ക് ഡിഫറൻസ് എടുക്കാം. ചെറിയ രീതിയിലാണല്ലോ കൂടിപ്പോയിരിക്കുന്നത്. 36, 45 ഡിഫറൻസ് 9ആണ്. 45ഉം 63ഉം തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പാടാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 45 കൂടെ 5 കൂട്ടുമ്പോൾ 50 ആയി. ആ 50ന്റെ കൂടെ ഒരു 13 കൂടെ കൂട്ടിയാൽ 63 ആയില്ലേ? അപ്പൊ എഫക്റ്റീവ് ആയിട്ട് ഞാൻ എത്ര ആഡ് ചെയ്തു? 13 5 18. ഇങ്ങനെ മൈനസ് ചെയ്യുന്നതിലും എളുപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതിന്. അല്ല നിങ്ങൾ ഇങ്ങനെ 63 45 എന്ന് എഴുതി മൈനസ് ചെയ്തും ചെയ്യാം. പക്ഷെ അതിലും ബെറ്റർ ഇതാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പം ചെയ്യാൻ പറ്റും. അടുത്ത 63 90 ആവണമെങ്കിൽ എത്ര ആഡ് ചെയ്ത്? മുമ്പേത്തെ പോലെ ചെയ്യാം. 63ന്റെ 7ഉം കൂടെ ആഡ് ചെയ്താൽ 70 ആയി. പിന്നെ എത്രയാണ്? ഒരു 20ഉം കൂടെ ആണ് ആഡ് ചെയ്യേണ്ടത്, 90 ആകാൻ വേണ്ടി. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് ഞാൻ എത്ര ആഡ് ചെയ്തു? 27. അടുത്ത നമ്പർ 90 126. അപ്പൊ 90ന്റെ കൂടെ ഒരു 10ഉം കൂടെ ആഡ് ചെയ്താൽ 100ആയി. ആ 10ന്റെ കൂടെ സോറി ആ 100ന്റെ കൂടെ 26ഉം കൂടെ ആഡ് ചെയ്താൽ 126. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് 36 ആണ് ആഡ് ചെയ്തത്. ഇവിടുത്തെ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇത് 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 9, 18, 27, 36. അടുത്ത മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 45. അപ്പൊ 126നോടെ 45 ആഡ് ചെയ്യുന്നതായിരിക്കും ആൻസർ. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോ വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് കണ്ടുപിടിക്കാം. 6 5 കൂടെ കൂട്ടിയ 11. പക്ഷെ ഒന്നിൽ അവസാനിക്കുന്ന 3 സംഖ്യകൾ ഇവിടെ ഉണ്ട്. അതൊന്നും യൂണിറ്റ് ഡിജിറ്റ് വെച്ച് കറക്റ്റ് പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 120ഉം 40ഉം ആയിരുന്നെങ്കിലോ? 120ഉം 40ഉം ആയിരുന്നെങ്കിൽ 160 കിട്ടിയാനായിരുന്നു സമ്മ്. ഇനി പിന്നെ ഒരു 6ഉം 5ഉം കൂടെ ഉണ്ട്. 6ഉം 5ഉം കൂടെ 11. അപ്പൊ 160ഉം 11 171 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 21 30 ഡിഫറൻസ് ഇപ്പൊ നോക്കുമ്പോൾ 9ആണ്. ഇവിടെ 30 25ഉം തമ്മിലുള്ളത് ഡിഫറൻസ് 25ആണ്. ഇവിടെ 55 104 വലിയ സംഖ്യയാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ നോക്കാം. 55ന്റെ കൂടെ ഒരു 5ഉം കൂടെ ആഡ് ചെയ്താൽ 60ആയി. ആ 60ന്റെ കൂടെ 40ഉം കൂടെ ആഡ് ചെയ്താൽ 100ആയി. ആ 100ന്റെ കൂടെ 4ഉം കൂടെ ആഡ് ചെയ്താൽ 104ആയി. ഇപ്പൊ എഫക്റ്റീവ് ആയിട്ട് 49ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത 104 225 ആകണമെങ്കിൽ 104ന്റെ കൂടെ
ഒരു 100 കൂടെ ആഡ് ചെയ്താൽ 204 ആയി. 204 കൂടെ പിന്നെ ഒരു 21 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 121 ആയിരിക്കും ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഈ നമ്പേഴ്സിന് എന്താ പ്രത്യേകത? ഇത് 3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് 5ന്റെ സ്ക്വയർ ആണ്. ഇതോ 7ന്റെ സ്ക്വയർ ആണ്. ഇത് 11ന്റെ സ്ക്വയറുമാണ്. പക്ഷെ ഇവിടെ നോക്കാം 3, 5, 7, 9 ആയിരുന്നു വരേണ്ടത്, പക്ഷെ 11ആണ്. ഈ സംഖ്യകൾക്ക് വേറെ പ്രത്യേകത എന്താണത്? ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 3, 5, 7 കഴിഞ്ഞ് വരുന്ന അടുത്ത പ്രൈം നമ്പർ ആണ് 11. അപ്പൊ 11 കഴിഞ്ഞ് അടുത്ത വരുന്ന പ്രൈം നമ്പർ ഏതായിരിക്കും? 13ആണ് അടുത്ത പ്രൈം നമ്പർ. 13ന്റെ സ്ക്വയർ ആണ്. 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. അത് കാണാതെ പഠിച്ചിരിക്കണം. 13ന്റെ സ്ക്വയർ 169. 169 ആഡ് ചെയ്യണം. ഇവിടെ അപ്പൊ പ്രശ്നം വന്നു. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി 225, 169 എഴുതി ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ അതിലും ബെറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ 220ഉം 160 ആയിരുന്നെങ്കിലോ? 220ഉം 160 ആണെങ്കിൽ 380 ആയിരിക്കും അല്ലേ? 22ഉം 16 എടുത്താൽ മതി. 22ഉം 16ഉം 38ആണല്ലോ. അപ്പൊ 380. പിന്നെ ഒരു 9, 5 ഉണ്ട്. 9, 5 കൂടെ കൂട്ടിയാൽ 14. അപ്പൊ 380, 14. ഇപ്പൊ 394 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 6, 18, 42, 90, 186 ഡാഷ്. ഇവിടെ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ആദ്യം 12 ആണ് ഇവിടെ. ഇവിടെ 18ഉം 42ഉം തമ്മിലുള്ള എടുക്കാൻ പാടാണ്. 18ന്റെ കൂടെ ഒരു 4ഉം കൂടെ ആഡ് ചെയ്താൽ 22 ആവുമല്ലോ. ആ 22ന്റെ കൂടെ പിന്നെ ഒരു 20ഉം കൂടെ ആഡ് ചെയ്യണം. സോ എഫക്റ്റീവ് ആയിട്ട് 24ആണ് ആഡ് ചെയ്തത്. ഇനി 42 90 ആണ്. 42ന്റെ കൂടെ ഒരു 8ഉം കൂടെ ആഡ് ചെയ്താൽ 50 ആയി. 50ന്റെ കൂടെ പിന്നെ ഒരു 40ഉം കൂടെ ആഡ് ചെയ്തു. അപ്പൊ 48. ഇവിടെ 90ന്റെ കൂടെ 90 തന്നെ ആഡ് ചെയ്താൽ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ 180 ആവും. പിന്നെ ഒരു 6ഉം കൂടെ ആണ്. അപ്പൊ 96. അടുത്ത നമ്പർ കണ്ടു. ഇവിടുത്തെ നമ്പറിന്റെ പ്രത്യേകത ഈ 12ന്റെ ഡബിൾ ആണ് ഇത്. 24. 24ന്റെ ഡബിൾ, അതായത് 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. 48ന്റെ ഡബിൾ, അതായത് 2 കൊണ്ട് ഗുണിക്കുന്നത്. എങ്കിൽ 96ന്റെ ഡബിൾ എത്ര ആയിരിക്കും? 90 ആയിരുന്നു അതിന്റെ ഡബിൾ എത്ര? 90 ആയിരുന്നെങ്കിൽ അതിന്റെ ഡബിൾ എത്ര? 90 180 അല്ലേ? 180 അല്ലേ? പിന്നെ ഒരു 6ന്റെ ഡബിൾ ആയ 12 കൂടെ കൂട്ടിയാൽ പോരെ? ഇപ്പൊ ഒരു 12 192 വരും. 192 ഇതിന്റെ കൂടെ കൂട്ടണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ്. ഒന്നുകിൽ എഴുതി ചെയ്യുക, അതല്ല എളുപ്പത്തിൽ 180ഉം 190 ആയിരുന്നു. അതായത് 18ഉം 19. 18ഉം 19 കൂട്ടിയാൽ 37ആണ്. എത്രയാണ്? 18ഉം 19 കൂട്ടിയാൽ 37ആണ്. അപ്പൊ 37 എന്ന് വെച്ചാൽ ഇപ്പൊ 370. 180, 190. പിന്നെ ഒരു 6ഉം 2 കൂടെ ഉണ്ട് 8. അപ്പൊ 378 ആയിരുന്നു നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 12, 13, 22, 47, 96 ഡാഷ്. ഇവിടെയും ചെറിയ രീതിയിലാണ് മാറുന്നത്. നമുക്ക് ഡിഫറൻസ് എടുക്കാം. 1, 13 കൂടെ 9 കൂട്ടുമ്പോഴാണ് 22. 22ന്റെ കൂടെ 25 കൂട്ടുമ്പോഴാണ് 47. 47ന്റെ കൂടെ 96 ഡയറക്റ്റ് പറ്റുന്നില്ല. 47ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 50 ആയി. 50ന്റെ കൂടെ 46 കൂടെ കൂട്ടിയാൽ 96. ഇപ്പൊ എഫക്റ്റീവ് ആയിട്ട് ഞാൻ 49 കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ സംഖ്യകൾക്ക് പ്രത്യേകതയുണ്ട്. ഇത് 1ന്റെ സ്ക്വയറോ 1ന്റെ ക്യൂബ് എന്നോ പറയാം. ഇവിടെ എല്ലാം സ്ക്വയർ ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ, ഇവിടെ 3ന്റെ സ്ക്വയർ, ഇവിടെ 5ന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ. 1, 3, 5, 7. അപ്പൊ അടുത്ത എന്തായാലും 9ന്റെ സ്ക്വയർ തന്നെ ആയിരിക്കും. 81. അപ്പൊ 90ഉം 80ഉം കൂടെ ആദ്യം കൂട്ടുക. 90, 80 കൂടെ കൂട്ടിയാൽ 170. പിന്നെ 6, 1 കൂടെ 7. ഇപ്പൊ 177 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത 6, 3, 3, 4.5, 9. ഇവിടെ ഒരു പ്രത്യേകത. ഇവിടെ നമുക്ക് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാര്യം 6ഉം 3 തമ്മിൽ -3ആണ്. ഇവിടെ 3ഉം 3 തമ്മിൽ ഡിഫറൻസേ ഇല്ല. അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് ആദ്യം കുറയുന്നു, പിന്നീട് കൂടി കൂടി വരികയാണെങ്കിൽ അതൊന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്? ആദ്യം കുറയുന്നു, പിന്നീട് കൂടി കൂടി വരുന്നു. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആവാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. അപ്പൊ ആ ഒരു ചാൻസിൽ നമുക്ക് നോക്കാം. ഇവിടെ എനിക്ക് 3, 3 തന്നെ ആവണമെങ്കിൽ ഞാൻ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അല്ല ഡിവിഷൻ നോക്കി ×1 ആണ് അല്ലെ? അപ്പൊ അതേപോലെ 6, 3 ആവണമെങ്കിൽ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 3 ആവുന്നത്? 0.5, അതായത് ×1/2 അല്ലെ? 0.5 എന്ന് എഴുതാം, അല്ലെ 1/2 എന്ന് എഴുതാം. ഇവിടെ 1/2, ഇവിടെ 1. ഇവിടെ എത്രയാ? 3നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ? 4.5 ആണ്. ×1.5 ആണ്. ഓക്കെ, ഇവിടെ ×2 ആണ്. അതായത് 4 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 ആയി. ഈ പാറ്റേൺ നോക്കേ, ഇത് അര അഥവാ 0.5, ഇത് 1, 1.5, 2 എങ്കിൽ ഇവിടെ 2.5 ആയിരിക്കും. 9നെ എങ്ങനെ പെട്ടെന്ന് 2.5 കൊണ്ട് ഗുണിക്കാം? 9നെ 2 കൊണ്ട് ഗുണിച്ചാൽ 18,
അതിന്റെ കൂടെ 9ന്റെ പാതിയുടെ കൂട്ടിയാൽ മതി. അതായത് 0.5 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ എത്ര? അതിന്റെ പാതി അല്ലേ, 1/2 അല്ലേ 0.7. 9ന്റെ പാതി എത്ര? 4.5. അപ്പൊ 18 4 കൂട്ടി 22.5 ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 16, 22, 33, 49, 70 ഡാഷ്. ഇവിടെയും ഡിഫറൻസ് എടുക്കാം. 6. ഇവിടെ 22 11 തമ്മിലുള്ള ഡിഫറൻസ് 11. ഇവിടെ 31 49 16. ഇവിടെ 49 70. 49 കൂടെ 1 കൂട്ടിയാൽ 50 പിന്നെ ഒരു 20 കൂടെ കൂട്ടണം. സോ എഫക്റ്റീവ് ആയിട്ട് 21. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമ്പേഴ്സിന് പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, വീണ്ടും ഒന്നുകൂടെ ഡിഫറൻസ് എടുക്കാം. അതിന് നമ്മൾ ഡബിൾ ഡിഫറൻസ് എന്ന് പറയും. 6ഉം 11 ഡിഫറൻസ് 5 ആണ്. 11ഉം 16 തമ്മിൽ 5. 16 21 തമ്മിൽ 5. അപ്പൊ ഡബിൾ ഡിഫറൻസ് 5 ആണ്. അപ്പൊ അടുത്ത എത്ര ആയിരിക്കും? 5ല് 26 വരും. അതായത് 70ന്റെ കൂടെ 26 കൂട്ടുമ്പോഴായിരിക്കും നമ്മുടെ ആൻസർ, വിച്ച് ഈസ് 96.